ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ.കെ.ജി വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിങ്ങനെ ഹെയർ ബാൻഡൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫേസ് പാക്ക് ആണെന്നുള്ളത്. അപ്പോൾ ഒരു ഫേസ് പാക്കാണ്. തേങ്ങാ വെള്ളം കൊണ്ട് നമ്മുടെ മുഖത്തെ കരിവാളിപ്പും സൺ ടാനും ഒക്കെ മാറ്റാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. എങ്കിലേ ഞാൻ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കുന്നതെന്നും എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്കുടനെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്നാൽ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ഫേസ് പാക്കിലേക്ക് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് നമുക്ക് വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ് കേട്ടോ. അത് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇത് 1 സ്പൂൺ മുൾട്ടാണി മിട്ടി മതി. പിന്നെ നമുക്ക് വേണ്ടത് ഹണിയാണ്. 1 സ്പൂൺ ഹണിയും നമുക്ക് ചേർക്കാം. പിന്നെ ബാക്കി നമ്മൾ ഇൻഗ്രീഡിയൻസ് കൂടുതലായിട്ട് ചേർക്കുന്നത് തേങ്ങാ വെള്ളമാണ് കേട്ടോ. അത് ഞാനിവിടെ ഒരു ഡപ്പയിൽ, ഒരു ചെറിയൊരു ഡവറയിൽ എടുത്തു വച്ചിട്ടുണ്ട്. അത് ഫുള്ളുണ്ട് കേട്ടോ, അതുകൊണ്ട് തൂത്ത് പോവും. അപ്പം തേങ്ങാ വെള്ളം എടുത്തു വച്ചിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങാ വെള്ളം. അപ്പം ഞാനിതാ ഇവിടെ 1 സ്പൂൺ മുൾട്ടാണി മിട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഒരു ബൗളിലേക്ക്, പിന്നെ മുൾട്ടാണി മിട്ടി എടുക്കുമ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ, അതായത് നമ്മൾ ആ ഒരു സ്റ്റീലിൻ്റെ ഡവറയൊന്നും യൂസ് ചെയ്യാണ്ട് ഗ്ലാസിൻ്റെ ഡവറ യൂസ് ചെയ്യാനായിട്ട്, ഗ്ലാസിൻ്റെ ഇങ്ങനത്തെ ഈ ഒരു ഡപ്പ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് ബൗൾ എന്ന് പറയാൻ കിട്ടിയില്ല, അതാണ് ഞാൻ ഡപ്പാന്ന് പറഞ്ഞത് കേട്ടോ. ആണ് പറയാറുള്ളത് മുൾട്ടാണി മിട്ടി എടുക്കുമ്പം. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുമ്പം ഇങ്ങനത്തെ കുപ്പിയുടെ ഈ ഒരു ഗ്ലാസിൻ്റെ ഡവറ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു മുൾട്ടാണി മിട്ടി ഞാൻ എടുത്തിട്ടുണ്ട് 1 സ്പൂണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 സ്പൂണ് ഹണിയാണ്. അപ്പോൾ ഇതാ ഞാൻ 1 സ്പൂണ് ഹണിയാണ് കേട്ടോ എടുക്കുന്നത്. ഇത് നമ്മൾ ഈ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയ രീതിക്ക് എനിക്ക് ഒച്ചയടപ്പുണ്ട്, അതാണ് എൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടോ. ഇനി നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ തേങ്ങാ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ തേങ്ങാ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് പാർന്നു കൊടുക്കാം. കുറച്ച് ഞാൻ പാർന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യാനായിട്ടുള്ള തേങ്ങാ വെള്ളം മാത്രം നമ്മൾ എടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അപ്പോൾ ഇതാ എനിക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ട് കിട്ടും. നമുക്കിങ്ങനെ നല്ല ചെറിയ ചെറിയ ഉണ്ണികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ, ഈ സ്പൂൺ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുക. സ്റ്റീൽ സ്പൂണും യൂസ് ചെയ്യരുതെന്നാണ് പറയുക. എനിക്കിവിടെ കിട്ടിയത് അതായത് കൊണ്ട് യൂസ് ചെയ്തു. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് വരാം കേട്ടോ. ഞാൻ വാഷ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമ്മളൊന്ന് വെറുതെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരിക. എന്നിട്ട് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിതാ ഈ ഒരു പാക്ക് ഫേസിലിട്ട് കൊടുക്കുകയാണ്. നെക്കിലേക്ക് ഇടേണ്ടവർക്ക് നെക്കിലേക്ക് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഫേസിൽ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചെയ്ത് നോക്കാവുന്ന ഒരു പാക്കാണ്. ഇത് ഓയിലി ആണെങ്കിലും നോർമൽ ആണെങ്കിലും ഡ്രൈ സ്കിന്നുകാർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് മെൻസിനും വുമൻസിനും ഒരുപോലെ ചെയ്യാൻ പറ്റിയ ഒരു പാക്ക് കൂടിയാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു പാക്ക് നമ്മൾ ഫേസിലിടുമ്പം നമ്മുടെ ഫേസിലുള്ള ഡേർട്സ് ഒക്കെ പോയിട്ട് നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറിയിട്ട് നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിട്ടിരിക്കും. നമ്മുടെ ഫേസിന് ഒരു യൂത്ത്ഫുൾ ഗ്ലോ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് കൂടിയാണിത്. പിന്നെ ഈ തേങ്ങാവെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലുള്ള ഡേർട്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും അതുപോലെ നമ്മുടെ ഫേസ് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതാ എൻ്റെ ഈ പാക്ക് ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ 10-15 മിനിറ്റ് ഫേസിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഡ്രൈ ആയി തുടങ്ങിയെന്ന് കാണുമ്പോൾ നമുക്കിതൊരു സോഫ്റ്റ് മസാജിലൂടെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ, വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പാക്ക് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് തണുത്ത വെള്ളത്തിൽ ഒന്ന് നനച്ച് കൊടുക്കുക. സാധാ വെള്ളത്തിൽ ഒന്ന് നനച്ചുകൊണ്ട് സാവധാനം സോഫ്റ്റായിട്ട് ഒന്ന് മസാജ് ചെയ്യുക, അതായത് വാഷ് ഔട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഞാനിത് വാഷ് ഔട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനിതാ ഫേസ് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഫേസ് നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഫേസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഫേസ് നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റിസൾട്ടാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ലൈവ് റിസൾട്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ.
ഞാനിവിടെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഹിമാലയയുടെ ബേബി ക്രീമാണ് കേട്ടോ. അപ്പം ഞാനിതാ ഈ ഒരു ക്രീമാണ്, ഹിമാലയയുടെ ബേബി ക്രീമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ് ഹിമാലയയുടെ ഈ ഒരു ബേബി ക്രീം. പിന്നെ ഏത് ഫേസ് പാക്ക് നമ്മൾ ഫേസിലിട്ട് കഴിഞ്ഞാലും വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം ഇതേപോലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ കൂടിയാണിത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോയ്സ്ചറൈസർ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ലൈവ് റിസൾട്ടാണ് കേട്ടോ. ആ ടാനും കരിവാളിപ്പും ഒക്കെ മാറിയിട്ട് ഫേസ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ അവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.